വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആ കുറുമ്പനോട് തന്നെ ചോദിച്ചു നോക്കും മോളെ, അവന് എന്ത് പണിയാ ഒപ്പിച്ചു വെച്ചതെന്ന്. അമ്മ പറഞ്ഞത് കേട്ട് കുഞ്ഞിനെ നോക്കിയതും ആൾ അമ്മയെ കൊളിക്കണ്ടിട്ട് നോക്കി തന്നെ നെഞ്ചിലേക്ക് മുഖം പോയിട്ട് തന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു. എന്താ കുഞ്ഞ കാര്യം? കുഞ്ഞിന്റെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം പോയിട്ട് ചോദിച്ചു. അതമ്മേ, ആ തീറ്റയ്ക്ക് ഒന്നും അറിയൂല. ടീച്ചർക്ക് എന്താ അറിയാത്തത്? വലിയ ആളെ പോലെ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് സംശയത്തോടെ ചോദിച്ചതും കുഞ്ഞനാളുടെ കുഞ്ഞു ബാഗ് തുറന്ന് അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് തന്നെ കയ്യിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഓഷുകളിൽ യെല്ലോ കളറല്ലേ? ആരമ്പൂട്ടിനോട് പറഞ്ഞത് റോസ് ഫ്ലവറിന്റെ കളർ യെല്ലോ ആണെന്ന്? കുഞ്ഞൻ തന്ന പേപ്പർ തുറന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിലൊരു റോസ് പൂവിന്റെ ചിത്രമാണ്. അതിന് യെല്ലോ കളർ ക്രയോൺ കൊണ്ട് നിറം നൽകിയിട്ടുണ്ട്. അത് കണ്ടോ? ആ ഓഷുകളിൽ യെല്ലോ അല്ലല്ലോ. ഗാർഡനിലുള്ള ചട്ടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന റോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുഞ്ഞനും പറഞ്ഞു. തീറ്റല് പയ്യ ജെറ്റുകൾ കുത്താൻ മതിയെന്ന് യെല്ലോ കൊക്കന്നെ. എന്നിട്ട് അവൻ ഞാൻ പറഞ്ഞു യെല്ലോ ഫെല് ഉണ്ട്, പച്ചച്ചിട്ട് കൊത്തില്ല, റെഡ് കൊത്താൻ മതി പറഞ്ഞപ്പോൾ ദേഷ്യം പറഞ്ഞു. ദേഷ്യം വന്നിട്ട് അവിടെയുള്ള കുഞ്ഞിച്ചേരെടുത്ത് എറിഞ്ഞു. അതിലെ കൈ പൊട്ടി. അതുപോലെ തന്നെ അവൻ്റെ കൈ എത്തുന്നതുള്ള സാധനമെല്ലാം എടുത്ത് എറിഞ്ഞു. അവസാനം അവൻ ഇഷ്ടപ്പെട്ട കളർ തന്നെ ടീച്ചർ കൊടുക്കാൻ പറഞ്ഞപ്പോഴാ അവനൊന്ന് അടങ്ങിയത്. ചിരി അടക്കിക്കൊണ്ട് അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയതും കുഞ്ഞനെ കൂർപ്പിച്ച് നോക്കി. അവിടെ ഗുഡ് ബോയ് ആണോ? യെസ്. അല്ല, നീ ഗുഡ് ബോയ് അല്ല. ഞാൻ ഗുഡ് ബോയ് ആഞ്ഞ്. ഗുഡ് ബോയ്സ് ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ദേഷ്യം വന്നിട്ട് ഞാൻ ദേഷ്യം വന്നാ ഇനി അതുപോലെ ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ ടീച്ചർ അമ്മയുടെ അമ്മോട്ടും ബാഡ് ബോയ് എന്ന് പറയില്ലേ? അപ്പം നമുക്ക് സങ്കടാവില്ലേ? ആനോ? ആ ഇനി ചെയ്യൂല. ഗുഡ് ബോയ്. കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ആളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. ഇന്ന് വൈകിട്ടുള്ള ഉപമാവ് മുഴുവൻ കഴിച്ചോ? തൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി പൂപ്പിയുടെ മേലേക്ക് കയറിയിരുന്ന് കുഞ്ഞിനോടായി ചോദിച്ചതും ആൾ കുഞ്ഞു പനിയും പൊക്കി വയറ് കാണിച്ചു തന്നു. കുമ്പ കണ്ടോ? വലുതായി നോക്കി തിന്നു. വയറ് വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ചിരിയോടെ കുഞ്ഞിൻ്റെ കവളിൽ പിടിച്ച് വലിച്ച് ആളുടെ കുഞ്ഞു ബാഗും എടുത്ത് ഉള്ളിലേക്ക് നടന്നു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞുപോയി. ഓരോ ദിവസം കൂടുന്തോറും കുഞ്ഞിനെ ദേഷ്യവും കുസൃതിയും കുറുമ്പും വാശിയും കൂടുകയാണ്. അതിന് വളം വെക്കുന്നത് ദക്ഷും അച്ഛനും അമ്മയും പൂപ്പിയാണ്. ഇപ്പോഴത്തെ ടി വിയിൽ കൊച്ചു TV ചാനൽ മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ ഒപ്പം ഡോറക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന അച്ഛനെയും അമ്മയും കാണുമ്പോൾ ചിരിയാണ് വരിക. മുൻപ് ന്യൂസും സീരിയലും മാത്രം കണ്ടിരുന്നവരാണ്. അമ്മേ, അച്ഛന് വേയാറ്റിയേ. 11 ഇന്ന് ദക്ഷു വന്നിട്ടില്ല. അവനെ നോക്കിയിരിക്കുകയാണ്. കൂടെ കുഞ്ഞിനുണ്ട്. ആൾക്ക് ഉറക്കം വന്നിട്ടുണ്ടെങ്കിലും ദക്ഷു വരുന്നത് നോക്കിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ച് കിടന്നു. ദക്ഷു വൈകും എന്നുള്ളത് കൊണ്ട് അവിടെ കൂടെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് താനും കഴിച്ചു. അച്ഛ വരും. ദൂരെവിടെ പോയതാ? അതാ വൈകിയത്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. സീറ്റ് ഔട്ടിലെ പടിക്കെട്ടിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന കുഞ്ഞിനോടായി പറഞ്ഞു. ഒരു കുട്ടി നിക്കർ മാത്രമാണ് വേഷം. മുടിയെല്ലാം ബേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടക്കവൾ കുട്ടിക്കലം പോലെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും ദക്ഷു വരാത്ത പരിഭവമാണ്. റോഡിലൂടെ പോകുന്ന വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കം വന്ന് തുടങ്ങിയ കുഞ്ഞിക്കണ്ണുകൾ പ്രതീക്ഷയോടെ ഗേറ്റിനരികിലേക്ക് നിന്നു. പക്ഷേ ദക്ഷു വരാത്തത് കാണുമ്പോൾ ആ മുഖം വീണ്ടും വീർക്കും. ആളുടെ അരികിലായി പൂപ്പിയും കിടപ്പുണ്ട്. ഞോ അച്ഛ വൈറ്റേ. അച്ഛ വരാൻ വൈകുകയാണ് കുഞ്ഞ. അമ്മ പാപ്പ നന്ന് കുഞ്ഞിനെ ഭാവം ഉറക്കിത്തരാം. മേണ്ട വലിയ കുറ്റികൾ പാപ്പ കുറ്റൂല. ആരാ കുഞ്ഞിനോടത് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞല്ലോ. അതിന് അമ്മയുടെ അമ്മൂട്ടിന് അമ്മക്ക് ഇപ്പോഴും കുഞ്ഞല്ലേ. കുഞ്ഞൻ പറഞ്ഞത് കേട്ട് വാത്സല്യത്തോടെ ആ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ആനോ അമ്മേ, ഞാൻ കുഞ്ഞാഞ്ഞോ? അതെയല്ലോ, എൻ്റെ അമ്മൂട്ടിനെ അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞാ. കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി ആ താടിത്തുമ്പിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞതും ആള് കുലുങ്ങി ചെയ്ത് എന്നോട് ചേർത്തിരുന്നു. അമ്മേ, അച്ഛൻ മഞ്ഞ അമ്മക്ക് മിണ്ടല്ലോ. അതെന്താ അങ്ങനെ? അച്ഛൻ പറ്റിട്ടില്ലേ? നേരത്തെ വരാഞ്ഞു പഞ്ഞി. അച്ഛൻ നേരത്തെ വരാന്ന് പറഞ്ഞ് പറ്റിച്ചതുകൊണ്ടാണോ അച്ഛനോട് മിണ്ടാത്തേ? എനിക്ക് പിന്നേക്കാഞ്ഞി. എൻ്റെ കുഞ്ഞ് അച്ഛനോട് പിണക്കാണെങ്കിലേ ഞാനും മിണ്ടുന്നില്ല പോരെ. കുഞ്ഞൻ താൻ പറഞ്ഞത് കേട്ട് ശരി വെച്ചുകൊണ്ട് തലയാടിയതും ചിരിയോട് ആ കുഞ്ഞിനെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. കുഞ്ഞാ, മഞ്ഞ് വീഴുന്നുണ്ട്, നമുക്ക് ഉള്ളിലിരിക്കാം. മഞ്ഞ് കൊണ്ട പനി പിടിക്കും. നോ അച്ഛ വായിത്തേ. കുഞ്ഞൻ പോരാൻ കൂട്ടാക്കാതെ തങ്ങളുടെ അരികിലായി ഒരു ഭാഗം ചെരിഞ്ഞ് കാലും കൈയും നീട്ടിക്കിടക്കുന്ന പൂപ്പിയോട് ചേർന്ന്
പൂപ്പിയുടെ കഴുത്തിലൂടെ കൈ ചുറ്റി കുഞ്ഞിക്കാല് പൂപ്പിയുടെ വായിലേക്ക് കയറ്റി വെച്ചു. പൂപ്പിയുടെ മേലും മുഖം പൊഴുത്തി കിടന്നതും പൂപ്പി താൻ കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ കൈകൊണ്ടും കാലുകൊണ്ടും കുഞ്ഞിനെ ലോക്കാക്കി. കുഞ്ഞിനെ എത്ര വിലക്കിയാലും കാര്യമില്ല. ആൾക്ക് ഇങ്ങനെ പൂപ്പിയോട് ചേർന്ന് കിടക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇരുവരെയും നോക്കി പിറകിലുള്ള തൂണും ചാരിയിരുന്ന് ഇടയ്ക്ക് കുഞ്ഞൻ രക്ഷപ്പെടാത്ത പരിഭവം പൂപ്പിയോട് പറയുന്നു. കുറച്ച് കഴിഞ്ഞതും ദക്ഷിന്റെ വണ്ടി ഗേറ്റ് കിടന്ന് വരുന്ന ശബ്ദം കേട്ടതും കുഞ്ഞൻ അച്ചോന്ന് വിളിച്ച് സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയതും കുഞ്ഞിന്റെ ഓട്ടം കണ്ട് വാതുറന്നിരുന്നു. ദക്ഷി വന്നാൽ മിണ്ടണ്ട, പിണക്കാണെന്ന് പറഞ്ഞ് നടന്ന് ചെക്കണം. ദക്ഷിന്റെ തലവട്ടം കണ്ടപ്പോൾ ബാണം വിട്ടതുപോലെ അച്ചോന്ന് വിളിച്ച് പോയത്. ദക്ഷിനെ കണ്ടപ്പോൾ തന്നെ ആളുടെ ഉറക്കം പോയി. അച്ചോ, ആഹാ, അച്ഛയുടെ കണ്ണാപ്പി ഇനി ഉറങ്ങിയിട്ടില്ലേ? ദക്ഷിന്റെ അരികിൽ പോയി പിന്നിലേക്ക് കൈകൾ കെട്ടിക്കൊണ്ടു നിന്ന് കുഞ്ഞിനെ വിളിച്ചതും ദക്ഷി വണ്ടിയിൽ നിന്നിറങ്ങി കുഞ്ഞിനെ വാരിയെടുത്ത് കയ്യിലുള്ള ക്യാപ്പ് കുഞ്ഞിന്റെ തലയിലേക്ക് വെച്ചു. ആ ഉണ്ട കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞൻ കിന്നരിപ്പല്ല് കാണിച്ച് ചിരിച്ചു. ദക്ഷിന്റെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് ദക്ഷിന്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തതും ദക്ഷി ചിരിയോടെ വണ്ടിയിൽ നിന്നൊരു ക്രയോണും കളർ ബുക്കും എടുത്ത് കുഞ്ഞിന് കൊടുത്ത് ഉള്ളിലേക്ക് നടന്നു. അച്ചോ, കയ്യിലിരിക്കുന്ന കളർ ബുക്കും ക്രയോണും കണ്ട് കുഞ്ഞൻ സന്തോഷത്തിൽ ദക്ഷിനോട് ചോദിച്ചതും ദക്ഷ ആദ്യ എന്ന രീതിയിൽ തലയാട്ടിയതും കുഞ്ഞൻ ദക്ഷിന്റെ ഇരു കവിളിലും മാറി മാറി ചിന്തിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ബൈക്കും വെയിറ്റ് ചെയ്യേണ്ടെന്ന്, എന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നത്? ദക്ഷ കാശിക്കരികിൽ വന്ന് അവളുടെ നെറ്റിയിൽ നെറ്റി മുടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഈ കുറുമ്പ് നീ വരാതെ അകത്തേക്ക് വല്ലെന്ന് വാശിയിലായിരുന്നു. ദക്ഷിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, അച്ഛൻ കുഞ്ഞനിയാ. കുഞ്ഞൻ സന്തോഷത്തിൽ കയ്യിലുള്ളതൊക്കെ കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞതും കൊള്ളാമെന്ന് പറഞ്ഞതും ആ മുഖം ഒന്നുകൂടെ പിറന്നു. അല്ലട കുഞ്ഞാ, നീയല്ലേ പറഞ്ഞ അച്ഛനോട് പിണക്കാണ്, അച്ഛൻ വന്ന മിണ്ടണ്ടെന്ന്. ഞാനോ? അച്ഛൻ പാവല്ലമ്മേ, ഞാൻ മിണ്ടാഞ്ഞ അച്ഛൻ കയ്യില്ലേ. ചുണ്ട് ചുളുക്കി സങ്കടം വരുത്തിക്കൊണ്ട് കുഞ്ഞൻ പറഞ്ഞുകൊണ്ട് ദക്ഷിന്റെ തോളിലേക്ക് ചാഞ്ഞു. നീ ഇയാൾ കൊണ്ടാലോടാ, ഇത് കേബിടുന്ന് പഠിക്കുന്നതാണാവോ? കുഞ്ഞന്റെ ഭാവം കണ്ട് ദക്ഷി സ്വയമേ പറഞ്ഞു. നീ കഴിച്ചിട്ടില്ലല്ലോ. തന്റെ ചോദ്യം കേട്ടതും ദക്ഷി ഇല്ലെന്ന് തലയാട്ടി. വിശക്കുന്നില്ല നിനക്ക്? വിശക്കുന്നുണ്ടോന്നു? നല്ല വിശപ്പുണ്ട്. നീ ഫ്രഷായി വാ, ഞാൻ കഴിക്കാനെടുക്കാം. ദക്ഷിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞനെ വാങ്ങിയെടുത്തു. ദക്ഷി മുകളിലേക്ക് പോയതും കുഞ്ഞന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് പൊട്ടിച്ച് ആളുടെ കയ്യിലേക്ക് കൊടുത്തു. കുഞ്ഞാ, പൂപ്പിക്ക് കൊടുക്കരുത് കേട്ടോ. ഡോക്ടറങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ, പൂപ്പിക്ക് ചോക്ലേറ്റ് കൊടുത്ത അസുഖം വരുമെന്ന്. ഞാൻ കൊക്കൂല. അത് പറഞ്ഞ് കുഞ്ഞൻ സെറ്റിയിൽ വലിഞ്ഞു കയറിയിരുന്ന് ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങിയതും ദക്ഷിണ എടുത്ത് വെച്ച ഫുഡെല്ലാം ചൂടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച് അപ്പോഴേക്കും ദക്ഷി ഫ്രഷായി വന്നിരുന്നു. അതെ, കഴിക്കുന്നില്ല നീ? ഭക്ഷണം വിളമ്പി വെച്ചിട്ടും കഴിക്കാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന ദക്ഷിണോടായി ചോദിച്ചതും അവൻ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പാത്രം തനിക്ക് നേരെ നീക്കി വെച്ച് വീണ്ടും ഫോൺ നോക്കിയിരിക്കാൻ തുടങ്ങിയതും പാത്രം കയ്യിലെടുത്ത് ചോറുള്ളയാക്കുന്നില്ല. താൻ ദക്ഷിന് വാരി കൊടുക്കുന്നത് കണ്ട് കുശുമ്പ് കുത്തി കുഞ്ഞൻ കയ്യിലുള്ള ചോക്ലേറ്റ് കളഞ്ഞ് ഓടി വന്ന് ദക്ഷിന്റെ മടിയിൽ കയറിയിരുന്ന് വാ കാണിച്ചതും ഒരു കുഞ്ഞുരുള്ള അവളുടെ വായിലേക്കും വെച്ചു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞൻ ദക്ഷിന്റെ നെഞ്ചിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. നിലത്തും ബെഡിലുമൊക്കെ കിടക്കുന്ന കുഞ്ഞിന്റെ ടോയ്സ് എല്ലാം അടുക്കി പെറുക്കി വെച്ച് ഷെൽഫിൽ നിന്നും ഡ്രസ്സും എടുത്ത് ഫ്രഷായി ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുമ്പോഴാണ് പിന്നിലൂടെ രണ്ട് കൈകൾ തന്നെ വന്ന് പൊതിഞ്ഞു പിടിച്ച് കെട്ടിവെച്ച് മുടി അഴിച്ചിട്ടതും തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പായി തന്റെ മുടിക്കുള്ളിലേക്ക് ആ മുഖം പൊടുത്തിയതും ഒന്ന് ഉയർന്നു പൊങ്ങി തന്റെ വായിലൂടെ ചുറ്റിപ്പിടിച്ച കൈകളിൽ മുറുകെ പിടിച്ചു. ഞൊടിയുടെ നേരം കൊണ്ട് അവൻ തന്നെ തിരിച്ചു നിർത്തിയതും അവൻ ഇറുകപ്പെടുന്നു. തിരിച്ച കൈകൾ കൊണ്ട് തന്നെയും വലിഞ്ഞു മുറുക്കി നെറ്റിയിൽ അതിരങ്ങൾ ചേർത്തിരുന്നു. തൻ്റെ മുഖത്ത് ആകമാനം പതിയുന്ന അവൻ്റെ ചുംബനങ്ങളുടെ ചൂടിൽ കണ്ണുകളടിച്ച് അവനോട് കൂടുതൽ ചേർന്ന് നിന്ന് പതിയെ പതിയെ അതിരങ്ങൾ തൻ്റെ അതിരങ്ങളായി കുരുത്ത് വിളിച്ചു. അമ്മ! പെട്ടെന്നുള്ള കുഞ്ഞിൻ്റെ ചിണുങ്ങിയുള്ള വിളി കേട്ടതും ദക്ഷിൽ നിന്നും മടന്നു മാറി മുഖം അമർത്തി തുടച്ച് ബെഡിൽ കണ്ണും തിരുമ്പി നിൽക്കുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് പോയി. അമ്മ! അമ്മ ഇവിടെ ഉണ്ടടാ കുഞ്ഞാ. വീണ്ടും കുഞ്ഞൻ ചിണങ്ങിക്കൊണ്ട് വിളിച്ചതും ആളെടുത്ത് മടിയിലേക്ക് കിടത്തി തട്ടിക്കൊടുത്തു. അമ്മ, പാപ്പം! കണ്ണുകൾ തുറക്കാതെ ഉറക്കത്തിൻ്റെ ഇടയിലും കുഞ്ഞൻ മാറിൽ പരുതിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞിനെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു. കുഞ്ഞൻ പാലുകൂടി നിർത്തിയെങ്കിലും ഇടയ്ക്കാൾക്ക് പാല് കൊടുക്കാൻ കൊതിയാണ്. ദക്ഷി തങ്ങളുടെ അരികിൽ വന്ന് കിടന്നതും അവൻ്റെ സാമീപ്യം പറഞ്ഞതുപോലെ കുഞ്ഞൻ കുഞ്ഞിക്കാലെടുത്ത് അവൻ്റെ വയറിലേക്ക് കയറ്റി വെച്ചതും ദക്ഷി ചിരിയോട് ആ കുഞ്ഞിക്കാലിൽ ചുംബിച്ച് തലോടി തങ്ങളെ ചുറ്റിപ്പിടിച്ച് കിടന്നതും മുഖം ചരിച്ച് ദക്ഷിൻ്റെ കവളിലായി ചുണ്ടുകൾ പതിപ്പിച്ചതും കുഞ്ഞാപ്പി കൈകൾ കൊണ്ട് തൻ്റെ മുഖം ആളുടെ നേരെ തിരിച്ചു വെച്ചതും ചിരിയോട് ആ കുഞ്ഞു നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ആഹാ, ആരിത്? അജുവേട്ടനോ? ഒരാഴ്ച എവിടെയായിരുന്നു? പിറ്റേന്ന് കാലത്തെ കാറ് വരുന്ന ശബ്ദം കേട്ടതും പോയി നോക്കുമ്പോൾ കാണുന്നത് കാറിൽ നിന്നും കുറെ കവറുകളും എടുത്ത് വരുന്ന അജുവേട്ടനെയാണ്.
ഒന്നും പറയണ്ട, ഒരു മീറ്റിങ്ങിന് വേണ്ടി മുമ്പ് വരെ പോയതായിരുന്നു. ഒരാഴ്ച വരെ അവിടെ തങ്ങേണ്ടി വന്നു. കുഞ്ഞൻ തേടി. കുഞ്ഞൻ ദക്ഷിൻ്റെ കൂടെ പാച്ചുവിനെ കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയതാ. ആ, നീ ഇത് ഉള്ളിലേക്ക് വെച്ചേക്ക്, കുഞ്ഞിന് വാങ്ങിയതാണ്. കയ്യിലുള്ള കവറുകളെല്ലാം തൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞതും എല്ലാം താഴത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും മജുവേട്ടൻ്റെ ശബ്ദം കേട്ട് അമ്മ കിച്ചണിൽ നിന്നും വന്നിരുന്നു. നീ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നടച്ചേക്കാം. എൻ്റെ അമ്മേ, ഇനി അമ്മ കൂടി തുടങ്ങല്ലേ, എല്ലാം ഹരിയച്ചൻ്റെ പണിയാ. നീ കഴിച്ചില്ലല്ലോ? ഇല്ല, ഇവിടുന്ന് കഴിക്കാന്ന് കരുതി. ഇന്നെന്താ സ്പെഷ്യല്? അപ്പോൾ സ്റ്റൂവാണ്, ഞാൻ എടുത്തു വെക്കാം. ദക്ഷിണ കുഞ്ഞനും പാച്ചുവിനെ കൊണ്ടുവരാൻ പോകുന്ന നേരത്തെ കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താനും അമ്മയും മജുവേട്ടനും ഒപ്പം ഇരുന്ന് കഴിച്ചു. അച്ഛനും നേരത്തെ കഴിച്ച് ആരെയോ കാണാൻ പോയിരുന്നു. നാളെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നാ അച്ചുവും ഹരിയേട്ടനും പറഞ്ഞത്. ആ, അവർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം. അപ്പം നീ വരുന്നില്ലേ? അജുവേട്ടൻ പറഞ്ഞത് കേട്ട് അമ്മ ചോദിച്ചു. ഞാനെന്തിനാ വരുന്നത്? എടാ ചെറുക്ക, മര്യാദക്ക് നാളെ വന്നോണം, അല്ലെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. ഇനി ഒരാഴ്ചയുള്ളൂ നിങ്ങളുടെ കല്യാണത്തിന്, അത് മറക്കണ്ട. അമ്മ കാപ്പട ദേഷ്യത്തിൽ പറഞ്ഞത് മജുവേട്ടൻ അനുസരണയോടെ തലയാട്ടുന്നത് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി നിർത്തി ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു. ഒരാഴ്ച കഴിഞ്ഞ അജുവേട്ടൻ്റെയും അമ്മുവിൻ്റെയും കല്യാണം. അതിന് തിരക്കിലാണ് എല്ലാവരും. പാച്ചു PG കഴിഞ്ഞതും അമേരിക്കയിലുള്ള അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയിരുന്നു. അവൻ്റെ അച്ഛൻ്റെ കമ്പനി ഇപ്പം നോക്കുന്നത് അവനാണ്. അജുവേട്ടൻ്റെ കല്യാണമായതുകൊണ്ട് പാച്ചുവും അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും നന്ദുവും അപ്പച്ചിയും എല്ലാം ഇന്ന് വൈകിട്ട്. അമ്മുവിനുള്ള സ്വർണമെല്ലാം താൻ തന്നെയായിരുന്നു എടുത്തു കൊടുത്തത്. ഒന്നിനും തൻ്റെ അച്ഛനെയും അമ്മയെയും ദക്ഷിണയെയും ബുദ്ധിമുട്ടിക്കാൻ തനിക്ക് തോന്നിയില്ല. എല്ലാവർക്കുമുള്ള വിവാഹ വസ്ത്രങ്ങൾ ദക്ഷിൻ്റെ ബാക്കിയാണ്. അടിച്ചു കഴിഞ്ഞ് കല്യാണ ചേച്ചിയുടെ കൂടെ കിച്ചണിൽ സഹായിക്കുമ്പോഴാണ് പുറത്ത് ദക്ഷിൻ്റെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അമ്മ വേഗം തന്നെ ഉമ്മറത്തേക്ക് ഓടിയതും അടുത്തിരിക്കുന്ന കാശച്ചട്ടി ഇറക്കി വെച്ച് ഉമ്മറത്തേക്ക് നടന്നു. പാച്ചുവിൻ്റെ അമ്മയെയും അച്ഛനെയും താൻ ആദ്യമായാണ് കാണുന്നത്. പാച്ചുവിൻ്റെ അമ്മ സേതുലക്ഷ്മി കാഴ്ചയിൽ ലക്ഷ്മി അമ്മയുടെ സാമ്യം ഉണ്ടെങ്കിലും അമ്മയെ പോലെ പാവല്ല. അത്യാവശ്യം എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവമാണെന്ന് പാച്ചുവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ പാച്ചുവിൻ്റെ അച്ഛൻ ശേഖരൻ പാച്ചുവിനെ പോലെ ഒരു ശുദ്ധ